നമ്മൾ കേൾക്കാൻ പോകുന്നത് ബ്ലഡ് എന്ന കൊറിയൻ ഡ്രാമയുടെ 16ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിനും കൂടെ ഹീറോയിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. കാരണം ഹീറോയിൻ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, എന്തെങ്കിലും പറ്റിയാലോ ആ പേടി ഹീറോയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ. ഹീറോയിൻ ആണെങ്കിൽ അവളുടെ എല്ലാ ഡ്രസ്സും വാരുന്നുണ്ട്, ആ വീട്ടിലുള്ള എല്ലാ ഡ്രസ്സും, അവളുടെ സ്ലിപ്പർ, സ്പ്രേ കുപ്പി, എല്ലാ കാര്യങ്ങളും. പിന്നെ അവിടെ പറക്കി വെച്ചേക്കുന്ന പാവകള് എല്ലാം അവള് വാരിക്കൊണ്ട് പോവാണ്. ഹീറോ ചോദിക്കുന്നുണ്ട്, നീ കുറച്ച് ദിവസത്തേക്കല്ലേ അവിടെ നിൽക്കാൻ വരുന്നത്, പിന്നെ എന്തിനാണ് ഇത്രയും വാരി എടുക്കുന്നതെന്ന്. അതൊന്നുമില്ല, എനിക്ക് ഇത്രയും വേണമെന്ന് പറഞ്ഞിട്ട് അവളെല്ലാം പറക്കുന്നുണ്ട്. അവന്റെ വീട്ടിൽ കുറെ ദിവസം നിൽക്കാനാണ് ഹീറോയിന്റെ പ്ലാൻ. എന്തായാലും ഹീറോയിനെയും വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ വരും. അവന്റെ റൂമാണ് അവൾക്ക് കൊടുക്കുന്നത്. അവിടെ തന്നെ അവനൊരു പടം വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഒരു സൺറൈസിന്റെ. അവന്റെ അമ്മ റെക്കോർഡ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഫോട്ടോ. അവൾ അതെന്താന്ന് ചോദിക്കും. ആ ഫോട്ടോ എന്താണ്? അതൊരു സൺറൈസ് ആണ്. ഹീറോയ്ക്ക് സൺറൈസ് ഒരുപാട് ഇഷ്ടമാണ്, കാരണം അവനത് നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടാൽ ആ വെയിലടിച്ചിട്ട് അവൻ മരിച്ചു പോകും. കാരണം രാവിലത്തെ വെയില് വാമ്പേഴ്സിന് അലർജിയാണ്. അതുകൊണ്ടാണ് അന്ന് അവർ രാവിലത്തെ വെയിൽ കൊണ്ടപ്പോൾ അവന്റെ കൈ പൊള്ളിയത്. അതുകൊണ്ട് തന്നെ അവന് സൺറൈസ് കാണാനും പറ്റിയിട്ടില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പൊ സൺറൈസ് ഇഷ്ടമായതുകൊണ്ടാണ് ആ ഫോട്ടോ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഹീറോയിനോട് പറയും. ഇപ്പൊ ഹീറോയ്ക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി ഇറങ്ങുമ്പോൾ ഹീറോയിൻ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് ചോദിക്കും. ഹീറോയും സമ്മതിക്കുന്നുണ്ട്, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാന്ന്. അപ്പം പോയതിനു ശേഷം ഹീറോയിൻ നാണം കൊണ്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞില്ലേ. പിന്നീട് ഹീറോ നേരെ പോയി കാണുന്നത് വില്ലനെയാണ്. ആ മരുന്ന് വാങ്ങാൻ വന്നെയാണ്. അതുപോലെ തന്നെ വില്ലനെ സംശയമുണ്ട്. വില്ലനോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഹീറോയിനെയും താടിക്കാരനെയും ആക്രമിക്കാനായിട്ട് വന്ന ആ വാമ്പയറിന് ബോഡി ടെമ്പറേച്ചർ കൂടുതലെന്ന്. എന്നാൽ അതിനുള്ള മറുപടി വില്ലൻ കള്ളത്തരമായിട്ട് പറഞ്ഞു കൊടുക്കും. പണ്ട് വില്ലന് ഈ വില്ലന്മാരായിട്ടുള്ള വാമ്പേഴ്സ് ആക്രമിക്കാൻ വന്നപ്പോൾ ഈ വില്ലൻ അവന്റെ ലാബ് നശിപ്പിക്കാതെ അതിനകത്ത് കുറച്ച് മരുന്ന് ബാക്കി വെച്ചിട്ടാണ് ഓടിപ്പോയിട്ടുള്ളത്. വില്ലനാണ് ഈ മരുന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ അന്ന് ഓടി രക്ഷപ്പെടുന്ന വെപ്രാളത്തില് ആ മരുന്നൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഈ വാമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വില്ലൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഹീറോനോട് കള്ളം പറയും. ഹീറോയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും വിശ്വസിച്ച കണക്ക് നടിക്കുന്നുണ്ട്. ഇതിനുശേഷം ഹീറോ വന്ന് കൂട്ടുകാരനെ കാണും. കൂട്ടുകാരനോട് കാര്യങ്ങളൊക്കെ പറയും. വില്ലന്റെ ആ മരുന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ ഹീറോ. 2 മരുന്നേ വാങ്ങിച്ചോണ്ട് വന്നിട്ടുള്ളൂ, 2 കൊടുത്തിട്ടുള്ളൂ. കാരണം ഈ 2 മരുന്ന് 1 മാസത്തേക്കുണ്ട്. ആ 1 മാസം കഴിഞ്ഞിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ വില്ലനോട് ചോദിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 1 മരുന്ന് കൂട്ടുകാരന് കൊടുക്കും, കാരണം അത് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കണ്ടേ. മറ്റേ മരുന്ന് ഹീറോ എടുത്ത് കയ്യിൽ കുത്താൻ പോവാണ്. കൂട്ടുകാരൻ ചോദിക്കും ഒരുപാട് വേദന എടുക്കില്ലേന്ന്. അതൊന്നും സാരമില്ല, മനുഷ്യനായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ അത് കയ്യിൽ കുത്തി ഇറക്കുകയാണ്. കുത്തി ഇറക്കിയ ഉടനെ അവൻ വേദന കൊണ്ട് പൊളയും. നല്ല വേദന എടുക്കുന്നുണ്ട്, അവന് സഹിക്കാൻ പറ്റുന്നില്ല. ഹീറോയിൻ കിടന്നുറങ്ങുന്നത് കൊണ്ട് അവൾ അത് അറിയുന്നില്ല. ഇതെന്ത് മരുന്നാന്ന് പോലും അറിയാതെയാണ് ഹീറോയും കൂട്ടുകാരനും എടുത്തേക്കുന്നത്. അതൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഇനി ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കായിരിക്കും, അറിയാൻ പാടില്ല. ഇപ്പൊ ഹീറോ സാധാരണ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നതേ ഉള്ളൂ. അതേപോലെ ഒന്ന് ഫേക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അവ വാമ്പയർ തന്നെയാണ്. പിറ്റേ ദിവസം ഹീറോ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അവ സാധാരണ ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. സാധാരണ ബോഡി ടെമ്പറേച്ചർ ആണ്. അവന്റെ റോബോട്ട് വന്ന് ഹീറോനെ സ്കാൻ ചെയ്ത് നോക്കും. സാധാ ബോഡി ടെമ്പറേച്ചർ, സാധാ ഹൃദയ റേറ്റ് എല്ലാം നോർമലാണ്. ആ സമയം ഹീറോയിൻ അങ്ങോട്ട് വരും. റോബോട്ട് പറയുന്നത് ഹീറോയിൻ കേൾക്കുന്നുണ്ട്. അവള് ചോദിക്കും നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എങ്ങനെയാണ് നോർമൽ ടെമ്പറേച്ചർ വന്നതെന്ന്. ഹീറോ പറഞ്ഞു കൊടുക്കും അവന് പനി പിടിച്ചതാണ്, അതുകൊണ്ടാണ് നോർമൽ ടെമ്പറേച്ചർ വന്നതെന്ന്. പിന്നീട് ഹീറോയിനും കൂടെ ഹോസ്പിറ്റലിൽ പോകും. ഹീറോയിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഹീറോയിൻ മാറിപ്പോകുന്നില്ല, കാരണം അവന് പനിയാണല്ലോ. കുഴഞ്ഞെങ്ങാണം വീണാലോ എന്ന് അവൾക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവള് മാറിപ്പോകാത്തത്. ഹീറോ നീ എന്റെ കൂടെ നിൽക്കേണ്ട, നീ പൊക്കിയോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവള് മാറിപ്പോകുന്നില്ല. അവൾക്ക് അവന് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഹീറോ പതി അവളുടെ കയ്യിൽ പിടിക്കും. അവളുടെ കൈ പിടിച്ച് അവന്റെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിട്ട് അവളോട് പറയും എന്റെ ഹൃദയമെടുപ്പ് സാധാരണ മനുഷ്യരെ പോലെയല്ലേ എന്ന്. അവളും അതിൽ നിന്ന് സമ്മതിക്കും. പതിയെ അവളുടെ കൈ പിടിച്ചിട്ട് അവന്റെ മുഖത്ത് വെക്കുകയാണ് ബോഡി ടെമ്പറേച്ചർ നോക്കാനായിട്ട്. അവള് പറയും എന്ന് നീ ഇതേപോലെ അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു, നല്ല രസമുണ്ടെന്ന്. കാരണം ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അന്ന് അവനെ തൊട്ടപ്പോൾ ഒരുപാട് തണുപ്പായിരുന്നു. ഹീറോ അവളുടെ കൈ പിടിച്ചിട്ട് അവളോട് പറയും എന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ് ഒരു മനുഷ്യനായിട്ട് മാറണമെന്ന്, എന്നാൽ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ ഇത് ഒരുപാട് വെറുക്കുന്നു. എനിക്ക് വാമ്പയറായിട്ട് ഇരിക്കണ്ട, എനിക്ക് ടേസ്റ്റ് ബഡ് ഇല്ല, ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഹൃദയം ഇടുപ്പില്ല, ദേഹം മൊത്തം തണുപ്പാണ്, ഞാൻ അത് ഒരുപാട് വെറുക്കുന്നു. ഇപ്പൊ എനിക്ക് കുറച്ചൊക്കെ ആശ്വാസമുണ്ട്, കാരണം എനിക്കൊരു മനുഷ്യനായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു പനിയുടെ രൂപത്തിലാണെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും ഓരോ മനുഷ്യർക്കും വാമ്പയർ ആവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവർക്ക് കുറെ നാൾ ജീവിക്കാമല്ലോ. എന്നാലും നീ വാമ്പയർ ആയിട്ട് മനുഷ്യനാവണമെന്ന് പറഞ്ഞ് നടക്കുവാണെന്ന്. ഹീറോയിന് വരെ അത്ഭുതം തോന്നുകയാണ്. അവന്റെ ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട് അവന് മനുഷ്യനാവാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്, എന്നാലും നടക്കുന്നില്ല. ഈ നേരം താടിക്കാരനാണെങ്കിൽ നല്ല വാശിയിലിരിക്കുകയാണ്. കാരണം താടിക്കാരനോട് പറഞ്ഞായിരുന്നല്ലോ ഈ എക്സ്പെരിമെന്റ് ഇനി തുടരുവാണെങ്കിൽ താടിക്കാരനെ കൊന്നു കളയുന്നു. താടിക്കാരൻ ആ വാശിയിൽ ഒരു പെൻഡ്രൈവ് കയ്യിലിരിപ്പുണ്ട്. അത് സിസ്റ്റത്തിൽ എടുത്ത് കൊടുത്തു. അത് എക്സ്പെരിമെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. അത് കുത്തിയ ഉടനെ വില്ലന് മെസ്സേജ് ആയിട്ട് പോകുന്നുണ്ട് താടിക്കാരൻ വീണ്ടും എക്സ്പെരിമെന്റ് തുടങ്ങിയെന്ന്. അന്ന് രാത്രി താടിക്കാരൻ വീട്ടിൽ പോകുമ്പോൾ താടിക്കാരനെ ആക്രമിക്കാനായിട്ട് വില്ലന്റെ അടിയാളായിട്ടുള്ള ആ വാമ്പയർ വരുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേടാ ആ എക്സ്പെരിമെന്റ് തുടരാൻ പാടില്ല എന്ന്, എന്നിട്ട് നീ എന്തിനാ തുടരുന്നതെന്ന് പറഞ്ഞിട്ട് താടിക്കാരനെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ ഹീറോ ദൂരെ നിന്ന് ഓടിക്കൊണ്ട് വരികയാണ്. ഇത് അവരുടെ പ്ലാൻ മാത്രമായിരുന്നു. ഹീറോയും അടിയാളുമായിട്ട് അടിയാവും. നല്ല ഫൈറ്റ് ആണ്, എന്നാൽ ഹീറോയ്ക്ക് അടിയാളിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഹീറോന് പൊതിരെ തല്ലുന്നുണ്ട്. ഇത് കാണുന്ന താടിക്കാരൻ
നോക്കി നിൽക്കാൻ പറ്റുമോ? താടിക്കാരൻ ഒരു തടി കഷ്ണം എടുത്തോണ്ട് വന്നിട്ട് അടിയാളിനെ അടിക്കും. എന്നാൽ ആ തടി കഷ്ണം ഒടിഞ്ഞു പോകുന്നതേ ഉള്ളൂ, അടിയാളിനൊന്നും പറ്റുന്നില്ല. അടിയാൾ ഒറ്റ തട്ടാണ് താടിക്കാരൻ ദൂരോട്ട് തെറിച്ച് വീഴും. താടിക്കാരന്റെ ബോധം പോയല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും വാമ്പേഴ്സിന്റെ രൂപത്തിലോട്ട് വന്നിട്ട് ഫൈറ്റ് ചെയ്യും. എന്നാൽ ഹീറോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഹീറോനെ അടിച്ച് തറയിലിട്ടിട്ട് അവനോട് പറയും, ഞാൻ വിചാരിച്ചു നീ അന്ന് വളർന്നു കാണുമെന്ന്. ഇപ്പോഴും നീ ഒരു കുട്ടിയാണ്. അന്ന് നിന്റെ അമ്മയെ കൊന്നപ്പോ അതേ കുട്ടി തന്നെയാണ് നീ. നിന്നെ കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നീ അടുത്ത പ്രാവശ്യം എന്നെ കാണുമ്പോൾ എന്നെ കൊന്നു കളയണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുമെന്നും പറഞ്ഞ് മിരട്ടിയിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ഇത് മറ്റാരുമല്ല, ഹീറോന്റെ അമ്മേനെ കൊന്ന ആ ഒരു അടിയാള് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അടിയാളും മറ്റേ വാമ്പയറുമാണ് ഹീറോന്റെ അമ്മേനെ കൊന്നേന്ന്. ഹീറോയ്ക്ക് മനസ്സിലായി. ഇപ്പൊ ഹീറോനെ അത് പറഞ്ഞ് മിരട്ടിയിട്ട് അവിടെ നിന്ന് പോയില്ലേ. ഹീറോ മിരണ്ടെന്ന് പോകുന്നില്ല, അവന് നല്ല വെറിയുണ്ട്, എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്, വാമ്പയറിനെ കൊല്ലുന്ന തോക്കുമായിട്ട്. പക്ഷേ കൂട്ടുകാരൻ ഒരുപാട് വൈകിപ്പോയി. അവൻ വരുമ്പോഴത്തേക്കും താടിക്കാരൻ തറയിൽ കിടക്കുന്നത് കാണും. പെട്ടെന്ന് തന്നെ താടിക്കാരനെ വിളിച്ച് എണീപ്പിക്കും. താടിക്കാരന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ താടിയെല്ലാം തെറ്റിപ്പോയി, ജോ ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയി, അത്രേ ഉള്ളൂ. താടിക്കാരൻ വിചാരിച്ചിരുന്നത് ഹീറോ വലിയ ഫൈറ്റർ ആണെന്നാണ്. എന്നാൽ ഇപ്പൊ അടിയാളുടെ മുമ്പിൽ തോറ്റുപോയില്ലേ. അതുകൊണ്ട് തന്നെ ഹീറോന്റെ വില ചെറുതായിട്ടൊന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെ. താടിക്കാരൻ പഴയതുപോലെ ഹീറോനെ വലിയ ആളായിട്ട് കാണുന്നില്ല. അന്ന് നല്ല രീതിയിലൊക്കെ ഫൈറ്റ് ചെയ്തില്ലേ നോർമൽ ബീയിങ്സിന്റെ അടുത്ത്. എന്നാൽ വാമ്പേഴ്സിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് പ്രത്യേകിച്ച് അടിയാളിന്റെ അടുത്ത്. അടിയാൾ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വാമ്പയർ ആണ്. ഇതിനുശേഷം ഹീറോ അവന്റെ റൂമിൽ പോയിരുന്ന് ആലോചിക്കും, വില്ലൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അവൻ പ്രൊഫസറിനെ കണ്ടിട്ടില്ല എന്നല്ലേ. അതുമല്ല ഈ മരുന്നിന്റെ കാര്യമൊക്കെ ആകുമ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇതിനുശേഷം ഹീറോ വില്ലനെ കോൺഫറൻസ് ഹാളിലോട്ട് വിളിച്ചു വരുത്തും. എന്നിട്ട് വില്ലന്റെ മുമ്പിൽ കാലൊക്കെ എടുത്തു വെച്ചിട്ട് വില്ലനോട് ചോദിക്കും ഇതിന്റെ അർത്ഥം എന്താന്ന്. ആ പ്രൊജക്ടർ ഇട്ട് കാണിച്ചു കൊടുക്കും. അതിനകത്ത് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോയാണ്, ഹീറോന്റെ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ പ്രൊഫസർ, പിന്നെ ഈ വില്ലൻ. ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. വില്ലൻ പ്രൊഫസറിനെ നേരിട്ട് കണ്ടിട്ടില്ല, അയാളായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞല്ലേ. എന്നാൽ ഹീറോ ഇപ്പൊ തൂക്കിയില്ലേ, അത് വില്ലന് മനസ്സിലായി. ഹീറോ ഭയങ്കര അഹങ്കാരത്തില് വില്ലന് ഒരു റെസ്പെക്ട് കൊടുക്കാതെ വില്ലനെ അപമാനിച്ചുകൊണ്ട് കാലൊക്കെ മണ്ടയിൽ എടുത്തു വെച്ചാണ് ഇരിക്കുന്നത്. വില്ലന് മനസ്സിലായെന്ന് തോന്നുന്നു ഹീറോ എല്ലാം കണ്ടുപിടിച്ചെന്ന്. ഹീറോ പതിയെ എണീറ്റ് വില്ലന്റെ അടുത്ത് ചെല്ലും. വില്ലനോട് ഇതിനുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കും, ഇതിന്റെ എല്ലാ അർത്ഥം എന്താണെന്ന്. അതേ നേരം നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ എന്തൊക്കെയോ റിസൾട്ട് എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ ആ മരുന്നിന്റെ ആയിരിക്കാം, അറിയാൻ പാടില്ല. ഇവിടെ ഹീറോയിനാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ഇരുന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അത് പരിശോധിക്കുമ്പോൾ ഹീറോന്റെ അച്ഛന്റെ അമ്മയുടെ പ്രൊഫസറിന്റെയും അതുപോലെ തന്നെ വില്ലന്റെയും ഗ്രൂപ്പ് ഫോട്ടോ കിട്ടും. ഹീറോന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ നിൽക്കണമെങ്കിൽ വില്ലൻ എന്തുമാത്രം പ്രായം കാണും. ഹീറോയിന് ഡൗട്ട് അടിക്കുന്നുണ്ട്, അയാൾക്ക് 45 വയസ്സേ ഉള്ളെന്നാ പറയുന്നത്. എന്നാൽ 45 അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ 70 വയസ്സ് അടുപ്പിച്ചാവേണ്ടതാണ്. പക്ഷെ വില്ലന് പ്രായമായിട്ടില്ല. ഹീറോയിന് മനസ്സിലായി വില്ലൻ ഒരു വാമ്പയർ ആണെന്ന്. വീണ്ടും ഹീറോനെയും വില്ലനെയും കാണിക്കുകയാണെങ്കിൽ വില്ലൻ ഹീറോനെ ആശ്വസിപ്പിച്ച് വില്ലന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഹീറോനോട് പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ. എല്ലാം കള്ളത്തരമാണ്, എന്നാൽ ഹീറോ വിശ്വസിച്ച പോലെ നടിച്ചു നിൽക്കും. വില്ലനും ഈ പ്രൊഫസറും പണ്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വില്ലന്റെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരായിരുന്നു ഹീറോന്റെ അച്ഛനും അമ്മയും. അങ്ങനെ ഇവര് 4 പേരായിരുന്നു എക്സ്പെരിമെന്റ് ചെയ്തത്. പ്രൊഫസർ അറിയാതെ വൈറസിനെ പുറത്തോട്ട് വിട്ടു. അങ്ങനെ ഈ പ്രൊഫസറിന് ഭയങ്കര കുറ്റബോധമായിരുന്നു, ഈ വൈറസ് പുറത്തു പോയത് കൊണ്ട് അത് പ്രൊഫസറിന്റെ കുറ്റമാണെന്ന്. അതുകൊണ്ട് തന്നെ പ്രൊഫസറിന് ഇത് ലോകം അറിയുന്നതിനോട് താല്പര്യമില്ലായിരുന്നു, പ്രൊഫസറാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അതുകൊണ്ടാണ് വില്ലൻ പറഞ്ഞത് പ്രൊഫസറും വില്ലനുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന്. അത് ഒരു കള്ളം അയാള് മറച്ചു വെച്ചല്ലോ. രണ്ടാമത്തെ കള്ളം, എങ്ങനെയാണ് വില്ലൻ ഇൻഫെക്റ്റഡ് ആയെന്നുള്ള കാര്യം. വില്ലൻ ഇൻഫെക്റ്റഡ് ആയത് വേറൊന്നും കൊണ്ടല്ല, ഇവർ ഈ വൈറസ് കണ്ടുപിടിച്ചപ്പോൾ ഈ വൈറസിനെ അടിച്ചു മാറ്റാനായിട്ട് വേറെ ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോന്റെ അച്ഛനും അമ്മയും വില്ലനും തീരുമാനിച്ചു ഈ വൈറസിനെ വിട്ടുകൊടുക്കാൻ പാടില്ല, പകരം ഇവരുടെ ബോഡിയിൽ കുത്തിവെച്ചിട്ട് ഈ വൈറസ് നഷ്ടപ്പെട്ടു പോകാതെ നോക്കണമെന്ന്. അങ്ങനെയാണ് വില്ലന്റെ ദേഹത്തും ബാക്കി വില്ലന്റെ കൂട്ടുകാരായിട്ടുള്ള 2 അച്ഛന്റെ അമ്മയുടെയും ദേഹത്ത് കുത്തിവെച്ചത്, ഹീറോന്റെ അച്ഛന്റെ അമ്മയുടെയും ദേഹത്ത്. ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് വില്ലൻ ഹീറോനോട് കള്ളം പറയും. പക്ഷെ ഇതൊന്നും അല്ലല്ലോ സത്യം, വില്ലനാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. ഹീറോയും അത് വിശ്വസിച്ചതുപോലെ നടിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് വലിയ വിശ്വാസമില്ല. എന്നാ പിന്നെ ഇനി തൊട്ട് നിങ്ങൾ ആ എക്സ്പെരിമെന്റ് നടത്തുന്ന വാർഡില്ലേ അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയും. കാരണം ഹീറോയ്ക്ക് മനസ്സിലായി അവിടെ വാമ്പയറിന്റെ എക്സ്പെരിമെന്റ് ആണ് നടത്തുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആ വാർഡ് ഹീറോ നോക്കിക്കൊള്ളാന്ന് പറയുന്നുണ്ട്. അതിന് വില്ലന് സമ്മതിക്കുന്നുണ്ട്. ഇതിനുശേഷം ഹീറോ വന്ന് കൂട്ടുകാരനെ കാണും. കൂട്ടുകാരനോട് പറയും ഈ കാര്യങ്ങൾ. കൂട്ടുകാരനും ഇതൊന്നും വിശ്വസിക്കുന്നില്ല. കൂട്ടുകാരൻ ഹീറോനോട് പറയും അവനെ വിശ്വസിക്കാൻ പാടില്ല, ഇപ്പൊ തന്നെ കുറെ കള്ളങ്ങൾ പറഞ്ഞില്ലേ. പക്ഷെ ഹീറോയ്ക്ക് വിശ്വാസമില്ല. ഹീറോ പറയും അവനെ ഞാൻ വിശ്വസിക്കുന്നില്ല, അവൻ എത്ര നാൾ ഈ കള്ളങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകും നമുക്ക് നോക്കാം. ഓരോ കള്ളങ്ങളായിട്ട് പൊളിഞ്ഞോണ്ടിരിക്കുകയാണ്, അവൻ തന്നെ ഒരിക്കലും നമ്മളോട് സത്യം പറയുമെന്ന് കൂട്ടുകാരനോട് പറയുന്നുണ്ട്. ഇതേ നേരം ഇവിടെ വില്ലൻ ബാക്കിയുള്ള 2 വാമ്പേഴ്സിനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ വില്ലനെ കാരണം അല്ലെങ്കിൽ ഈ വാമ്പയറിനെ കാരണമല്ലേ ഹീറോ വില്ലനെ സംശയിക്കാൻ തുടങ്ങിയത്. അന്ന് ഹീറോന്റെ മുമ്പിൽ പോയി ഈ വാമ്പയർ ചാടി കൊടുത്തില്ലേ ഹീറോയിനെ ആക്രമിക്കാൻ പോയപ്പോ. അപ്പോ ഹീറോ കണ്ടുപിടിച്ചു ഇവന്റെ ബോഡി ടെമ്പറേച്ചർ നോർമൽ ആണെന്ന് ഒരു വാമ്പയർ ആയിട്ടും. അങ്ങനെ വില്ലനെ സംശയമായില്ലേ. ഇപ്പൊ അതിന്റെ വൈരാഗ്യത്തില് നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നോട് പറയാത്തത് എന്താന്ന് ചോദിച്ചിട്ട് എന്തോ ഒരു മരുന്നെടുത്ത് ആ വാമ്പയറിന്റെ കഴുത്തിൽ കുത്തിക്കയറ്റും. നല്ല വേദന ഉള്ള ഒരു മരുന്നാണ്, എന്നാൽ അവനെ കൊന്നു കളയുന്നില്ല. ഇവര് 10-40 വർഷമായിട്ട് ഒരുമിച്ച് പോകുന്ന വാമ്പയർസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അടുപ്പമുണ്ട്, ഇവനെ കൊന്നു കളയാനായിട്ട് വില്ലന് കഴിയുന്നില്ല. എന്നാലും വില്ലൻ ഒരു ദുഷ്ടനാണ്, കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കൊന്നു കളയും. നിങ്ങൾ കണ്ടല്ലായിരുന്നു ആദ്യത്തെ 2
വാമ്പേഴ്സിനെ കൊന്നു കളഞ്ഞത്. കട്ട് ചെയ്താൽ ഹീറോനെ കാണിക്കുമ്പോൾ ഹീറോയിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്, വില്ലൻ വാമ്പയർ ആണെന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഹീറോ അറിഞ്ഞിട്ടും അവളോട് പറഞ്ഞില്ലല്ലോ, അതെന്താന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും, നീ അറിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. കാരണം വില്ലൻ ഹോസ്പിറ്റലിൽ നടത്തുന്ന എക്സ്പെരിമെന്റ് മറ്റൊന്നുമല്ല, ആ വാമ്പയറിന്റെ എക്സ്പെരിമെന്റ് ആണ്. അത് അറിയുകയാണെങ്കിൽ നീ കൂടുതൽ പ്രശ്നത്തിൽ പോയി ചാടും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇത് പറയുമ്പോൾ ഹീറോയിൻ പറയും, അത് എന്റെ ഹോസ്പിറ്റലാണ്, അവിടെ വെച്ചിട്ടാണ് അവൻ തോന്നിവാസം ചെയ്യുന്നത്, അത് നിർത്തണ്ടേന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതിന് കഴിയില്ല, വില്ലൻ അത് നേടാനായിട്ട് എന്ത് ചെയ്യും? ഇനിയിപ്പം നിന്റെ അങ്കിളിനെ വേണമെങ്കിലും അവൻ കൊന്നുകളയും, അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാന്ന് ഹീറോയിനോട് പറയും. അതുമല്ല, ഹീറോയിന് മനസ്സിലായി വില്ലൻ ഹീറോയിന്റെ അമ്മേനെ കൊന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. അവൾക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്കും അതിനെപ്പറ്റി അറിയത്തില്ല. ഹീറോയ്ക്ക് കുഴപ്പം വല്ലതും ഉണ്ടോന്ന് അവനോട് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നാൽ അവന് നല്ല വിഷമാവുന്നുണ്ട്. അവന് ഡൗട്ടാണ്, ഇനിയിപ്പം വില്ലൻ ആണെങ്കിലോ അവന്റെ അമ്മേനെയും അച്ഛനെയും കൊന്നത്. വില്ലൻ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്താനായിട്ട് കൂടുള്ള ആൾക്കാരെ വരെ കൊന്നില്ലേ, ആ വാമ്പേഴ്സിനെ കൊന്നില്ലേ, ഇനിയിപ്പം അത് വില്ലന്റെ വാമ്പയർ ആണോന്ന് വരെ ഹീറോയ്ക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. രാത്രിയാവുന്ന സമയത്ത് ഹീറോ ആകെ വിഷമിച്ച് ഒരു സൈഡിൽ മാറിയിരിക്കുകയാണ്. അവന്റെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ അവന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അവൻ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ ഹീറോയിൻ അടുത്തോട്ട് വരും. അവന്റെ ദേഹത്ത് കൈവച്ചിട്ട് അവനെ സമാധാനപ്പെടുത്താണ്. സാരയില്ല, എനിക്ക് ആ വിഷമം മനസ്സിലാക്കാൻ പറ്റും, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയണം, അത് ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല, എന്നാലല്ലേ നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ച് റെഡിയാക്കാൻ പറ്റൂ, ഇനി എന്നോട് ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനപ്പെടുത്തും. പിറ്റേ ദിവസം ഹീറോയിൻ പോയി അവളുടെ അമ്മേനെ പോലെ കാണുന്ന ആ സിസ്റ്ററിനെ പോയി കാണും. സിസ്റ്ററിനോട് സംസാരിക്കും. സിസ്റ്റർ പറയുന്നത് ഹീറോനെ പറ്റിയാണ്. ഹീറോ നല്ലൊരു പയ്യനാണ്, എല്ലാവരോടും നല്ല കരുണയുള്ള പയ്യനാണ്, അതുപോലെ നല്ല ദൈവവിശ്വാസിയാണെന്ന്. ഹീറോയിൻ പറയും, അവൻ ദൈവവിശ്വാസിയൊന്നുമല്ല, അവൻ ഏറ്റവും വലിയ എത്തിയസ്റ്റ് ആണെന്ന്. ഇത് കേൾക്കുന്ന സിസ്റ്റർ ചിരിക്കും. അവനൊരു എത്തിയസ്റ്റ് ആയിരുന്നാലും നല്ല കരുണയുള്ള നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നതെന്ന്. ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ ചെറിയ രീതിയിൽ അവനോട് ക്രഷൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ നേരം ഹീറോ ഹോസ്പിറ്റലിൽ കൂടെ നടന്നു പോകുമ്പോൾ വില്ലനെ കാണുന്നുണ്ട്. വില്ലൻ ഹീറോനെ കണ്ട ഉടനെ വന്ന് സംസാരിക്കും. ഇപ്പം വില്ലന് ഹീറോയിൻ നല്ല കൂട്ടാണല്ലോ. എന്നാൽ ഹീറോന്റെ ഉള്ളിൽ ആ സംശയമാണ്. വില്ലൻ വന്ന് ഹീറോനോട് ചോദിക്കും, കഴിഞ്ഞ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഉറങ്ങിയോന്ന്. എന്നാൽ ഹീറോ പറയും, ഞാൻ നല്ല രീതിയിൽ ഉറങ്ങി, നിങ്ങൾ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അതിനുള്ളതെല്ലാം നിങ്ങൾക്ക് ഞാൻ പിന്നെ ചെയ്തു തരാന്ന്. അവൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വില്ലന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്നാണ് അവൻ പറഞ്ഞത്. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. വില്ലന് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ഹീറോ ആക്കിക്കൊണ്ട് വില്ലനോട് അങ്ങനെ പറഞ്ഞാണെങ്കിലോ, വില്ലന് അതുകൊണ്ട് തന്നെ ചെറിയൊരു സംശയം, ചെറുതായിട്ട്. കട്ട് ചെയ്താൽ ആ പാവപ്പെട്ട മനുഷ്യനെ കാണിക്കുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ ഭാര്യ പുള്ളിക്കാരന് ആഹാരം വാരി കൊടുക്കുകയാണ്, സ്പൂൺ വെച്ച് കോരി കൊടുക്കുകയാണ്. എന്തോ സൂപ്പ് പോലത്തെ ഒരു ഐറ്റം ആണ്. അവിടെ തന്നെ ജൂനിയർ പെൺകുട്ടിയും അതുപോലെ തന്നെ അയാളുടെ മോള് വരുമ്പോണ്ട്. ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാര്യയുടെ കയ്യിൽ നിന്ന് അറിയാതെ കുറച്ച് തുള്ളി സൂപ്പ് തറയിൽ പോകും. ഇത് കാണുന്ന അയാൾക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് അയാള് അത് തട്ടി ഒറ്റ കളയലാണ്. അത് ദൂരോട്ട് തെറിപ്പിക്കുന്നുണ്ട്. ഇയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ആലോചിക്കുമ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് ചെയ്തത് തെറ്റാണെന്ന്. പെട്ടെന്ന് ദേഷ്യം അടക്കാൻ പറ്റാതെ അറിയാതെ ചെയ്തതാണ്. ഇയാൾ ഇത് കഴിഞ്ഞിട്ട് ക്ഷമ പറയും, അറിയാതെ ചെയ്തതാണ്, എനിക്ക് എന്താ ചെയ്തതെന്ന് അറിയാൻ പാടില്ല എന്ന്. മറ്റേ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണ്, ഇവർക്കാർക്കും അറിയില്ല എന്താ സംഭവം എന്ന്. പക്ഷേ ജൂനിയർ പെൺകുട്ടിക്ക് അറിയാം ആ പാവപ്പെട്ട മനുഷ്യൻ ഇത്രയും ദേഷ്യപ്പെടണമെങ്കിൽ അത് ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന്. ആ മരുന്ന് കുത്തിവെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സൈഡ് എഫക്റ്റ് വരുന്നത്. ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് മാറും. ഈ ഇന്നലെ ഹീറോ അവന്റെ റൂമിൽ ഇരുന്നിട്ട് ഒരു കാര്യം ആലോചിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി തൊട്ട് ആ മരുന്ന് എടുക്കാൻ പാടില്ല എന്ന്. ആ വില്ലൻ കൊടുത്ത സാധാരണ ഒരു മനുഷ്യനാവുന്ന ഒരു മരുന്നില്ലേ 15 ദിവസം കൂടുമ്പോൾ എടുക്കുന്നത്, അത് എടുക്കാൻ പാടില്ല. കാരണം അതിനകത്ത് എന്തോ ഒരു വൈറസിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ വൈറസിനെ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നേരെ ചൊവ്വേ ഇമോഷണൽ ആയിട്ട് വർക്ക് ആവത്തില്ല. അവന്റെ ഇമോഷൻ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ദേഷ്യം വരുമെങ്കിൽ ചിലപ്പോൾ സ്നേഹം വരും, ചിലപ്പോൾ സന്തോഷം വരും. അവൻ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനോട് അത് എടുക്കാൻ പാടില്ല എന്ന് കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി തൊട്ട് അത് എടുക്കാൻ പാടില്ല എന്ന്. ഹീറോ ഒരു സിറിഞ്ച് എടുത്തല്ലോ. ഇതൊക്കെ ആലോചിച്ച് ഹീറോ അവന്റെ റൂമിൽ ഇരിപ്പുണ്ട്. ഈ നേരം ഹീറോയിൻ ആകെ ഡൗട്ട് കയറുന്നുണ്ട്, ഇനിയിപ്പം വില്ലൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോന്ന്. അതുകൊണ്ട് തന്നെ മാനേജറിനെ ചെന്ന് കാണും. മാനേജറിനോടുള്ള ഡൗട്ട് പറയും. അങ്കിളുടെ പിന്നിൽ നിന്നിട്ട് വില്ലൻ എന്തൊക്കെ കളിക്കുന്നുണ്ട്, വില്ലൻ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മാനേജർ ചോദിക്കും, മറ്റേ ആ പെൺകുട്ടി എവിടെ പോയെന്ന്. ആ കളർ മുടിയുള്ള ഡോക്ടറില്ലേ, ആ ഡോക്ടർ പെൺകുട്ടി എവിടെ പോയെന്ന്. എന്നാൽ ഹീറോയിൻ അറിഞ്ഞത് അവളേതോ യുഎസിലോട്ട് പോയെന്നാണ്, യുഎസിലോട്ട് ഡോക്ടറായിട്ട് പോയെന്നാണ്. മാനേജറിന് ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഇവരോട് ആരോടും പറയാതെ ഒരു റിസൈൻ ലെറ്റർ എഴുതി കൊടുക്കാതെ ഇങ്ങനെ മുങ്ങേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. കട്ട് ചെയ്താൽ ഹീറോ താടിക്കാരനെ കാണാൻ വന്നിട്ടുണ്ട്. താടിക്കാരനോട് അവന്റെ ഡൗട്ട് പറയും. ഇവരെ ആക്രമിക്കാൻ വന്ന ആൾക്കാർക്ക് വില്ലനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്നേ. ആ ഒരു ഡൗട്ട് ഹീറോ താടിക്കാരനോട് പറയും. താടിക്കാരനും അറിയില്ല. പിന്നെ താടിക്കാരന് വേറൊരു വിഷമം എന്താന്ന് വെച്ചാല് ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഇവര് ചികിത്സിക്കുന്ന പേഷ്യൻസ് ആ വാർഡിൽ കിടപ്പുണ്ട്. ആ പ്രത്യേകതരം വാർഡിൽ അവരുടെ സാമ്പിളോ അല്ലെങ്കിൽ അവരുടെ ഫയലോ ഒന്നും പരിശോധിക്കാൻ തരുന്നില്ല. ഇവരൊരു അടിമയെ പോലെ അവിടെ പോയി നിൽക്കുകയാണ്, ഒന്നും അറിയാൻ പാടില്ലാതെ. അതുകൊണ്ട് തന്നെ ആ വിഷമമുണ്ട്. അത് ഹീറോനോട് പറയും. ഇന്ന് രാത്രി വില്ലൻ ഇതിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംസാരിക്കാൻ ഒത്തുചേരാൻ പറ്റുമെന്ന് താടിക്കാരനോട് ചോദിക്കും. താടിക്കാരനും അതിന് സമ്മതിക്കും. നമുക്ക് രാത്രി
അത്രേ സംസാരിക്കാന്ന്. ഈ നേരം അങ്കിള് ഹോസ്പിറ്റൽ ഒരു സൈഡിൽ മാറിയിരുന്ന് ആലോചിക്കുകയാണ്. ആ മാനേജർ MP3 പ്ലെയർ കൊടുത്തില്ലേ, അതിനകത്ത് എന്തോ ഒരു വേണ്ടപ്പെട്ട റെക്കോർഡിങ്സ് ഉണ്ട്. ഇവരുടെ എന്തോ വലിയൊരു രഹസ്യമാണ്, അങ്കിളിന്റെ എന്തോ വലിയൊരു രഹസ്യമാണ്. അതെന്താണെന്ന് അറിയാൻ പാടില്ല, അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അങ്കിൾ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്, അത് പുറത്തു പോകുമെന്ന് വിചാരിച്ചിട്ട് മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പുറത്ത് വിടുമെന്ന്, എന്നെ മാനേജർ സ്ഥാനത്ത് നിന്ന് പുറത്ത് ആക്കിയാല്. എന്നാൽ ഈ അങ്കിള് എനിക്ക് പേടിയൊന്നുമില്ല, നീ അത് പുറത്ത് വിട്ടോ, ചിലപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാൻ നിൽക്കുമ്പോൾ മാനേജർ വിളിച്ചിട്ട് പറയും നിങ്ങൾ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നും കാണത്തില്ലായിരിക്കും. എന്നാൽ ഹീറോയിൻ ഇത് അറിഞ്ഞാലോ, ഹീറോയിൻ ഇത് അറിയിക്കട്ടോ എന്ന് ചോദിച്ചിട്ട് മിരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹീറോയിനുമായിട്ട് ബന്ധമുള്ള എന്തോ ആണ്, അറിയാൻ പാടില്ല. ഇതൊക്കെ ആലോചിച്ച് അങ്കിൾ ഒരു സൈഡിൽ മാറിയിരുന്ന് വിഷമിക്കുകയാണ്. അറിയാതെ മാനേജറിനോട് പറഞ്ഞും പോയി. ഇപ്പൊ മാനേജർ അത് വെച്ച് മിരട്ടുകയാണ്. കട്ട് ചെയ്താൽ ഹീറോയിൻ ആ വാർഡിലുള്ള പേഷ്യൻസിനെ കാണാൻ വന്നിട്ടുണ്ട്. അഹങ്കാരി പെൺകുട്ടിയില്ലേ, അവളെ കാണാൻ വന്നിട്ടുണ്ട്. അവള് ഭയങ്കര തർക്കുത്തരാണ് കേട്ടോ, പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടാണ് തർക്കുത്തരം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ നീ ഭയങ്കര ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് അവളുടെ തലയിലിട്ട് ഇങ്ങനെ തട്ടും, എന്റെ കുട്ടി പാവക്കുട്ടി എന്ന് പറഞ്ഞിട്ട്. അതുമല്ല ആ സമയം അങ്ങോട്ട് മറ്റേ പുതിയ ഡോക്ടർ വരും. അവൻ വന്നിട്ട് ആ ബുദ്ധിക്കുറവുള്ള പെൺകുട്ടിക്ക് എന്തോ ഒരു മരുന്ന് കുത്തിവെക്കാൻ പോവാണ്. അവൻ ഹീറോയിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഹീറോയിന് ഒരു ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ട് പുതിയൊരു ഡോക്ടറല്ലേ. ആ സമയം അങ്ങോട്ട് ആ പാവപ്പെട്ട ഡോക്ടർ വരും. അങ്ങേര് വന്നിട്ട് ഈ പെൺകുട്ടിയുടെ ഫയല് നീ എനിക്ക് തന്നില്ല, അതുകൊണ്ട് എന്റെ പേഷ്യന്റിനെ നീ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അയാളായിട്ട് പ്രശ്നം വെക്കും. ഈ പേഷ്യന്റിന് നീ മരുന്ന് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ പേഷ്യന്റിനെ വേറെ ആരും നോക്കുന്നതല്ല, പാവപ്പെട്ട ഡോക്ടറാണ് നോക്കുന്നത്. എന്നാൽ ഈ പാവപ്പെട്ട ഡോക്ടറിന് ഈ പേഷ്യന്റിന്റെ ഫയൽ കൊടുക്കത്തില്ല. ഇവര് പട്ടിയെ പോലെ അങ്ങനെ നിൽക്കണം ഇവര് പറയുന്നത് കേട്ടിട്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പുതിയ ഡോക്ടർ ദേഷ്യം വന്നിട്ട് പാവപ്പെട്ട ഡോക്ടറിന്റെ കൈ പിടിച്ച് തിരിക്കും. അയാൾ വേദന കൊണ്ട് തറയിൽ ഇരുന്ന് പോവാണ്. ഹീറോയിൻ ഇത് കണ്ട് ഓടി വരും, എന്താടാ നീ കാണിച്ചെന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവളോട് എന്ന് പറയുകയാണ്. ഹീറോയിന് നല്ല ദേഷ്യമാവുന്നുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞപ്പോഴേ എന്തോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹീറോയിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അതും ആംഗ്യത്തില്. ഇത് ഹീറോയിന്റെ ഹോസ്പിറ്റലാണ്, അവളോടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ഒറ്റ ഇടി അങ്ങ് കൊടുക്കണ്ടേ. അതുമല്ല ഇതെല്ലാം കണ്ടുകൊണ്ട് ജൂനിയർ പെൺകുട്ടി അവിടെ നിൽപ്പുണ്ട്. പിന്നീട് ഹീറോയിൻ പോയി ഹീറോനെ കാണും. ഹീറോയിനോട് കാര്യങ്ങൾ പറയും. അവൻ ആ പാവപ്പെട്ട ഡോക്ടറിനെ ഉപദ്രവിച്ചു, അതുമല്ല എന്നെയും ചീത്ത പറഞ്ഞു, എന്നോട് പറഞ്ഞു കാര്യങ്ങളിലൊന്ന് ഇടപെടാൻ പാടില്ല എന്ന്. ഹീറോ പറയും അത് അവരുടെ റിസർച്ച് അല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞെന്ന്. എന്നാൽ ഹീറോയിൻ പറയും അവൻ എന്നെ അപമാനിച്ചു, അവൻ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു, അത് ആംഗ്യത്തില്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. ഹീറോ ഞാനിപ്പോ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് നേരെ അവന്റെ റൂമിൽ ചെല്ലും. അവനെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. ഇനി മേലെ ഇവിടുത്തെ ഡോക്ടറിനോട് മാനിയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കും, ഇന്ന് ഞാൻ വലിച്ചു കീറുമെന്ന് പറഞ്ഞ് ഹീറോ മിരട്ടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഈ വാമ്പയർ അവൻ വാമ്പയർ ആണ് കേട്ടോ, അവൻ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം അവൻ ആരെയും പേടിയില്ല, അവൻ ചിരിച്ചുകൊണ്ട് ഹീറോനെ ഒരുമാതിരി ആക്കുന്ന പോലെയാണ് നിന്നത്. എന്തായാലും ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോ അവനെ പിടിച്ച് മിരട്ടിയില്ലേ. ഹീറോയ്ക്ക് പോലും അറിയത്തില്ല ഹീറോ ഇപ്പൊ എന്താ ചെയ്തെന്ന്. ചിലപ്പം അവൻ ആ മരുന്നെടുത്തത് കൊണ്ട് തന്നെ ആ ഇമോഷന്റെ പുറത്ത് പോയി ചെയ്തതായിരിക്കാം. എവന് വേണ്ടി ഹീറോയിൻ പുറത്ത് നിൽപ്പുണ്ട്. അവൻ അയാളെ പിടിച്ച് മിരട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ നാണിച്ച് അവനെ ഇട്ട് തട്ടും. അവളുടെ ഷോൾഡർ വെച്ച് അവന്റെ ഷോൾഡറിൽ തട്ടും. നീ കൊള്ളാലോ, നീ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് അവനെ ഇട്ട് അടിക്കുകയും ചെയ്യും. അവനും തിരിച്ച് 2 അടി കൊടുക്കും. എന്തായാലും രണ്ടുപേരും കൂടെ തട്ടി തട്ടി പോവുകയാണ്. ഈ നേരം മാനേജർ കളർ മുടിയുള്ള ഡോക്ടർ എവിടെ പോയെന്ന് അറിയാൻ പാടില്ലാതെ ഒരു സ്പൈനെ വിളിച്ച് അന്വേഷിക്കാനായിട്ട് പറയുന്നുണ്ട്. കളർ മുടിനെ പറ്റിയേ അവരെങ്ങോട്ട് പോയെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അന്വേഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവർക്കെല്ലാം ഡൗട്ടാണ് ആ വാർഡിൽ എന്താണ് നടക്കുന്നതെന്ന്. അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്ന കളർ മുടി എന്തിനാണ് ഇത്ര പെട്ടെന്ന് മാറിപ്പോണ്ടത് അതും അറിയാൻ പാടില്ല. രാത്രിയാവുന്ന സമയത്ത് ഹീറോ താടിക്കാരനെ കാണാനായിട്ട് താടിക്കാരന്റെ റൂമിൽ വന്നിട്ടുണ്ട്. അയാളോട് എനിക്കൊരു സത്യം പറയാനുണ്ട്, നിങ്ങൾ ഇത് കേട്ടാൽ ചിലപ്പോൾ വിശ്വസിക്കത്തില്ലായിരിക്കാം, പക്ഷെ ഇത് കണ്ടോന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ വില്ലന് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. അത് 10-40 വർഷം മുമ്പുള്ള ഫോട്ടോയാണ്. അന്നും വില്ലൻ ഒരേ പ്രായം, ഇപ്പോഴും വില്ലൻ ഒരേ പ്രായം. താടിക്കാരൻ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ ഇത് കണ്ടോന്ന് പറഞ്ഞിട്ട് ഹീറോ അവന്റെ അമ്മയുടെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും. അവന്റെ അമ്മ അവന് വേണ്ടി റെക്കോർഡ് ചെയ്ത വീഡിയോ ഇല്ലേ, അതെടുത്ത് കാണിച്ചു കൊടുക്കും. ഹീറോ വാമ്പയർ ആണോ എന്ന് ഇനിയിപ്പം താടിക്കാരനോട് പറയോ അറിയാൻ പാടില്ല. ഈ നേരം വില്ലൻ ജൂനിയർ പെൺകുട്ടീനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവളോട് പറയും ഞാനാണ് നിന്നെ രക്ഷിച്ചത്, അതുകൊണ്ട് തന്നെ നീ ഒരുപാട് ലോയലായിട്ട് നിൽക്കുന്നുണ്ട്, നീ നല്ലൊരു ലോയലായിട്ടുള്ള വ്യക്തിയാണെന്ന്. ഇനിയിപ്പം വില്ലന് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ജൂനിയർ പെൺകുട്ടീനെ വിളിച്ച് എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അതായത് ജൂനിയർ പെൺകുട്ടി നല്ലൊരു ലോയലായിട്ടുള്ള ഒരു കൂട്ടാളിയാണെന്ന് പറയുന്നുണ്ട്. ജൂനിയർ പെൺകുട്ടിയും അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ മുഖത്ത് ചെറിയൊരു വിഷമം പോലെ. അവൾക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റത്തില്ലായിരിക്കാം. അവൾക്ക് ചെറുതായിട്ട് മനസാക്ഷി കാണുമായിരിക്കാം, അറിയാൻ പാടില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട പേഷ്യൻസിന്റെ ദേഹത്താണ് ഇതൊക്കെ കുത്തിവെക്കുന്നത്. വീണ്ടും ഹീറോനെയും താടിക്കാരനെയും കാണിക്കുകയാണെങ്കിൽ താടിക്കാരൻ ആ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ ഒരു കത്തി എടുത്ത് അവന്റെ കൈ വരഞ്ഞു കാണിച്ചു കൊടുക്കും. അത് മുറിയും പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിപ്പോവാണ്. ഇത് കാണുന്ന താടിക്കാരൻ അത്ഭുതപ്പെട്ടു പോകും. അതുമല്ല ഹീറോ പറയും ഇതിന് വില്ലനുമായിട്ട് എന്തോ ബന്ധമുണ്ട്. വില്ലനാണെങ്കിൽ അവന്റെ വാർഡിൽ വേറൊരു എക്സ്പെരിമെന്റും അല്ല ചെയ്യുന്നത്, ഈ വൈറസ് വെച്ചാണ്. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. അതിനെ
അതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ താടിക്കാരൻ ഒരു കാര്യം മനസ്സിലാവും. അതായത് ഈ പ്രോജക്റ്റ് വില്ലൻ മാത്രമല്ല ചെയ്തിരുന്നത്, താടിക്കാരന്റെ അച്ഛനും ഹീറോന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം താടിക്കാരന്റെ അച്ഛനും അതുപോലെ തന്നെ ഹീറോന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ ഈ വില്ലൻ മാത്രമേ ബാക്കിയുള്ളൂ. അതിനർത്ഥം വില്ലൻ ഇനിയിപ്പോൾ അവരെ കൊന്നതാണെങ്കിലോ ഈ 3 പേര്, ഇതൊക്കെ അവർക്ക് ഡൗട്ടായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് താടിക്കാരന് ഇത് ഹീറോനോട് പറയും. പിന്നീട് ഹീറോനോട് ചോദിക്കും, നീ വാമ്പയർ ആണെന്നുള്ള കാര്യം ആർക്കൊക്കെ അറിയാമെന്ന്. ഹീറോ പറഞ്ഞു കൊടുക്കും. അവന്റെ കൂട്ടുകാരനും ഹീറോയിനും മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഇപ്പോൾ താടിക്കാരനും അറിയാം. ഇതിനുശേഷം ഹീറോയും താടിക്കാരനും കൂടെ ഒരു കടയിൽ പോയി കുടിക്കുകയാണ്. താടിക്കാരന് നല്ല വിഷമമുണ്ട്. താടിക്കാരന്റെ അച്ഛൻ കാരണമാണ് ഹീറോ ഒരു വാമ്പയർ ആയി മാറിയിരിക്കുന്നത്. കാരണം താടിക്കാരന്റെ എക്സ്പെരിമെന്റ് അല്ലേ, അതുകൊണ്ട് തന്നെ ഒരു വിഷമമുണ്ട്, കുറ്റബോധമുണ്ട്. അന്നേ താടിക്കാരൻ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അച്ഛൻ ആ വൈറസ് കണ്ടുപിടിച്ചത് ലോകത്തിനെ ബാധിച്ചാൽ പ്രാക്ക് മൊത്തം കിട്ടാൻ പോകുന്നത് ഇയാൾക്കാണെന്ന്. അതുപോലെ ഹീറോനോട് നന്ദി പറയും. താടിക്കാരന് വിശ്വസിച്ചല്ലോ, ഇത്രയും വലിയ സത്യം വാമ്പയർ ആണെന്നുള്ള സത്യം താടിക്കാരനോട് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ആ ഒരു നന്ദിയുണ്ട്. പിന്നെ ഹീറോന്റെ മുമ്പിൽ എണീറ്റ് നിന്നിട്ട് സോറി പറയും. കാരണം ഈ താടിക്കാരന്റെ അച്ഛൻ കാരണമല്ലേ ഹീറോ വാമ്പയർ ആയിട്ട് ജനിച്ചിട്ടുള്ളത്. ഹീറോ ജനിച്ചപ്പോഴേ വാമ്പയർ ആയി മാറിയതാണ്, അല്ലാതെ അവൻ കുത്തിവെച്ചതല്ല. അവന്റെ അച്ഛനും അമ്മയും വാമ്പയർ ആയതുകൊണ്ട് തന്നെ അവനൊരു വാമ്പയർ ആയിട്ട് മാറിയതാണ്. ഇപ്പൊ താടിക്കാരൻ സോറി പറയുമ്പോൾ, കുമ്പിട്ട് സോറി പറയുമ്പോൾ ഹീറോ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ പിടിച്ചിരുത്തിയിട്ട് അയാൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കും. ഹീറോയ്ക്ക് പ്രശ്നമൊന്നുമില്ല, ഹീറോ ക്ഷമിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് ഇയാളുടെ അച്ഛനല്ലേ, അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുമല്ല, ഹീറോന്റെ അച്ഛനും അമ്മയും അത് ദേഹത്ത് കുത്തിവെക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് 16ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.